ഒരു നാടിന്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അടച്ചുറപ്പുള്ളൊരു അംഗനവാടി എന്നത്. ചർലടുക്ക വാർഡിലെ അംഗനവാടിയുടെ അവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് കണ്ടുവരാം. കാടും പടലും മൂടിക്കിടക്കുന്ന ഈ കെട്ടിടം ഉപയോഗശൂന്യമായി 6 വർഷങ്ങളായി. കുഞ്ഞു കളിച്ചിരികളും കൊഞ്ചലും കേട്ടിരുന്ന ചർലടുക്ക അംഗനവാടി കെട്ടിടമാണ് ഒരു പ്രേതാലയം പോലെ ആരും തിരിഞ്ഞു നോക്കാതെ കിടക്കുന്നത്. നിർമ്മാണം പൂർത്തിയാക്കി 2002 ഉദ്ഘാടനം നിർവഹിച്ച കെട്ടിടം വർഷങ്ങൾക്കകം തന്നെ ചോർന്നു തുടങ്ങി. അശാസ്ത്രീയമായ നിർമ്മാണം കാരണം ടൈലുകൾ പൊട്ടാനും വെള്ളം അകത്ത് വീഴാനും തുടങ്ങി. അറ്റകുറ്റപ്പണികൾ ചെയ്യാൻ അധികാരികൾ മുന്നോട്ട് വന്നെങ്കിലും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാതെ വന്നതോടെ നിർമ്മാണത്തിൽ അഴിമതി നടന്നതായി തിരിച്ചറിയുകയായിരുന്നു. നിലവിൽ അങ്കണവാടിയുടെ പേരിൽ വിജിലൻസ് കേസടക്കം നിലനിൽക്കുന്നതായി CPM ചർലടുക്ക ബ്രാഞ്ച് സെക്രട്ടറി ഹനീഫ ചെടേക്കാൽ പറഞ്ഞു. ഒരു 6 വർഷമായിട്ട് പൂട്ടിക്കിടക്കുന്ന അംഗനവാടിയാണ്. പല പ്രാവശ്യം പഞ്ചായത്ത് ഓഫീസിൽ കയറി ഇറങ്ങിയിട്ട് പരാതി കൊടുത്തിട്ടും അതുപോലെ മെമ്പറോട് ഒരുപാട് ടൈം ഇത് പറഞ്ഞിട്ടും ഈ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു റെസ്പോണ്ട് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ അംഗനവാടി സ്മാർട്ട് അംഗനവാടിയായിട്ട് ഒരു പ്രാവശ്യം പഞ്ചായത്തിൽ നിന്ന് കേരള സർക്കാരിൻ്റെ സ്മാർട്ട് അംഗനവാടിയായിട്ട് മതിയടുക്ക പഞ്ചായത്തിലേക്ക് കിട്ടിയ ഒരു പ്രോജക്റ്റാണ് ഇത്. അതാണ് ഈ നശിപ്പിച്ചിട്ടുള്ളത്. കേരളത്തിൽ മൊത്തത്തിൽ സ്മാർട്ട് അംഗനവാടി ആകുമ്പോൾ നമ്മളെടുത്ത അംഗനവാടിൻ്റെ അവസ്ഥ ഇതാണ്. അപ്പോൾ അത് ഒന്ന് അധികൃതർ കണ്ണു തുറക്കണമെന്നാണ് ഇതിൽ പറയാനുള്ളത്. നാളെയുടെ വാഗ്ദാനങ്ങളാകേണ്ട നാടിന്റെ കുരുന്നുകൾ ദിവസവും പ്രാഥമിക വിദ്യാഭ്യാസം നേടാനെത്തുന്നത് വാടക കെട്ടിടത്തിലേക്കാണ്. അധികാരികൾ വിഷയത്തിൽ ഇടപെടാത്ത പക്ഷം ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങുമെന്ന് ഡിവൈഎഫ്ഐ ബദിയടുക്ക മേഖലാ ട്രഷറർ ഉസ്മാൻ പറഞ്ഞു. ബദിയടുക്ക പഞ്ചായത്ത് മുമ്പത്തെ 11ാം വാർഡ് ചടയക്കാലിൽ ഉൾപ്പെട്ട അംഗനവാടിയാണിത്. ഏകദേശം 6-7 വർഷത്തോളായിട്ട് ഇതാണ് അവസ്ഥ. ഫുൾ കാട് കെട്ടി പശുക്കളും മറ്റും മാത്രമേ ഇപ്പോൾ ഇവിടെ വസിക്കാറുള്ളൂ. അംഗനവാടി ഇപ്പോൾ നിലവിൽ പ്രവർത്തിക്കുന്നത് ഒരു ക്വാർട്ടേഴ്സിലാണ്. ഒരു അംഗനവാടിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അംഗനവാടി ഉള്ളത്. പലവട്ടം ഇതിന് പഞ്ചായത്ത് അധികൃതരുമായി ഞങ്ങൾ ബന്ധപ്പെടുകയും അപേക്ഷകൾ നൽകുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുവരെ യാതൊരുവിധ നടപടികളും ഇതിൻ്റെ പേരിൽ ഉണ്ടായിട്ടില്ല. ഇതേ അവസ്ഥ ഇനിയും തുടരുകയാണെങ്കിൽ നാട്ടുകാർ പ്രക്ഷോഭങ്ങൾ ഉൾപ്പെടെയുള്ള പരിപാടികളാണ് ആലോചിക്കുന്നുള്ളത്. സ്മാർട്ട് അങ്കണവാടികൾ പോലും പഞ്ചായത്തിലേക്ക് അനുവദിച്ചിട്ടും കുരുന്നുകൾ നേരിടുന്ന ഈ ദുരവസ്ഥയ്ക്ക് നേരെ അധികാരികൾ കണ്ണു തുറക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ഒരു നാട്ടിലെ കുരുന്നുകൾ ആദ്യാക്ഷരം പഠിക്കാനെത്തുന്ന അംഗനവാടിയുടെ ദുരവസ്ഥയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. കാട് പിടിച്ച തുരുമ്പിച്ച ചോർന്നൊലിക്കുന്ന അംഗനവാടി കെട്ടിടത്തിൽ നിന്ന് മാറി അവരിപ്പോൾ എത്തുന്നത് ഈ വാടക കെട്ടിടത്തിലേക്കാണ്. അടിസ്ഥാനപരമായ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായ അടച്ചുറപ്പുള്ള ഒരു അംഗനവാടി അനുവദിക്കണമെന്ന ആവശ്യം ചർലടുക്ക വാർഡിൽ ശക്തമാവുകയാണ്. മനീഷാമി, ന്യൂസ് 14 ലൈവ്, കാസർഗോഡ്.